റിപ്പോർട്ട് ബ്രേക്കിംഗ്. മലപ്പുറം അരീക്കോട് കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിൽ തൊഴിലാളി മരിച്ചത് ടാങ്കിനകത്തെ വെള്ളത്തിൽ മുങ്ങിയാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശ്വാസകോശത്തിൽ രാസമാലിന്യം കലർന്ന വെള്ളം കണ്ടെത്തി. മരിച്ച തൊഴിലാളികൾ വിഷവാതകം ശ്വസിച്ച് എന്നും നിഗമനമുണ്ട്. ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പയുണ്ട്. അഷ്കർ, ഗുഡ് മോർണിംഗ് അഷ്കർ. വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് അവിടെ ഉണ്ടായത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്തൊക്കെയാണ് വ്യക്തമാകുന്നത് അഷ്കർ? അരുൺ, ഗുഡ് മോർണിംഗ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ മരിച്ച ആളുകളുടെ 2 പേരുടെ പോസ്റ്റ്മോർട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അസം സ്വദേശിയായിട്ടുള്ള ഇതേ ശരണയുടെയും അതുപോലെ തന്നെ ബീഹാർ സ്വദേശിയായിട്ടുള്ള വികാസ് കുമാറിനെയുമാണ്. ഇവർ 2 പേരുടെയും ശ്വാസകോശത്തിനകത്ത് നിന്നാണ് രാസമാലിന്യം കലർന്നിട്ടുള്ള ദ്രാവകത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ടാങ്കിനകത്തുള്ള ഈ രാസമാലിന്യം കലർന്നിട്ടുള്ള ദ്രാവകം അത് അകത്ത് പോയി തന്നെയാണ് ഇവരുടെ മരണത്തിന് കാരണമായതെന്നാണ് ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ മുട്ടിന് താഴെ മാത്രം വെള്ളമാണ് ഈ ടാങ്കിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതിൻ്റെ പരിശോധനയിലാണ് ഈ ടാങ്കിനകത്ത് വലിയ തോതിൽ വിഷവാതകങ്ങൾ ഉണ്ടായിരുന്നു. ഈ കെമിക്കൽ കലർത്തിയത് മൂലം തന്നെ വലിയ തോതിൽ കെമിക്കൽ പ്രക്രിയ നടക്കുന്ന ടാങ്ക് കൂടി ആയതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഈ വിഷവാതകങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിഷവാതകങ്ങൾ ശ്വസിക്കുകയും ഇവർ അബോധാവസ്ഥയിലേക്ക് പോവുകയും പിന്നീട് ഈ മുട്ടിനോളം മാത്രം ഉണ്ടായിരുന്ന ഈ രാസമാലിന്യം കലർന്ന് വെള്ളത്തിലേക്ക് വീണതോടെ അത് ശരീരത്തിനകത്തേക്ക് കൊടുക്കുകയും പിന്നീട് അത് ഇവരുടെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തിരിക്കുമെന്നാണ് ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധർ വിലയിരുത്തിയിരിക്കുന്നത്. ഈ സാഹചര്യം ഇത്തരത്തിലുള്ള ഒരു അപകടമായതുകൊണ്ട് തന്നെ സ്ഥലം സന്ദർശിച്ചുകൂടി മരണകാരണത്തിൽ വ്യക്തത വരുത്താനാണ് ഇപ്പോൾ ഫോറൻസിക് സംഘത്തിൻ്റെ തീരുമാനം. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഫോറൻസിക് സംഘത്തിലെ വിദഗ്ധ സംഘം ഇന്ന് സ്ഥലം സന്ദർശിച്ച് ഈ ടാങ്ക് അടക്കമുള്ളവയെ പരിശോധിക്കുകയും അവിടുത്തെ രാസമാലിന്യത്തിലൂടെ പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആന്തരിക അവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിന് കൂടി ഫലം ലഭിച്ച ശേഷം മാത്രമേ മരണകാരണത്തിൽ അന്തിമ തീരുമാനം എടുക്കൂ എന്നാണ് ഇപ്പോൾ ഫോറൻസിക് സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ അടിസ്ഥാനത്തിൽ വിഷവാതകങ്ങൾ ശ്വസിച്ച് ആ ടാങ്കിനകത്ത് ദ്രാവകത്തിലേക്ക് വീഴുകയും അത് അകത്തേക്ക് പോയതാണ് ഇവരുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് വിലയിരുത്തുന്നത്. അരുൺ, താങ്ക് യു. അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു അഷ്കർ. എന്തായാലും വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമായി പോയി. കൂടുതൽ സുരക്ഷിതത്വമുള്ള മേഖലകളിലൊക്കെ ഇവരെ ജോലിക്ക് നിയോഗിക്കുക എന്നതാണ്, അവിടെ വേണ്ടത്ര സുരക്ഷ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ സഹോദരങ്ങളാണ്.